കാലത്തോളം ഞാൻ പാവങ്ങളെ സഹായിക്കും. ആരെതിർത്താലും ആരൊക്കെ പറഞ്ഞാലും അച്ഛൻ ഒന്നുമല്ല ചെയ്തിരിക്കും. കാരണം നിങ്ങളുടെ കോടിക്കണക്കിന് പ്രാർത്ഥനയുണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കണേ. ഈ സംഘടനാ സമിതിയോടെ എല്ലാം ഞാൻ നന്ദി പറയുന്നു. നന്ദി. യെസ്, നമ്മുടെ ടോണി അച്ചായൻ, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞുതരാം. അതായത് പുള്ളിക്കാരൻ ഒരു ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഒരു ജ്വല്ലറിക്കാരനാണ്. പുള്ളിക്കാരൻ ഏകദേശം 40ഓളം കടകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 40ഓളം കടകളുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വന്ന ഒരു ചെറിയൊരു, അതായത് സീക്രട്ട് ഏജൻറ്റ്, നമ്മുടെ ബിഗ് ബോസ് താരമായ സീക്രട്ട് ഏജൻറ്റ് പുള്ളിക്കാരനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ ചെയ്തു കൊടുത്ത ഒരു ചാരിറ്റി അത് ഫേക്ക് ആകുന്ന രീതിയിൽ സീക്രട്ട് ഏജൻറ്റ് പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ടോണി അച്ചായൻ എയറിലായിരിക്കുകയാണ്. അത് എയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പേസിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ച് സത്യാവസ്ഥ, അത് നമ്മളെപ്പോഴും ഒരു പിക്ചറിൻ്റെ 2 സൈഡ് നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മളതിൻ്റെ കുറച്ച് സത്യാവസ്ഥ എന്തൊക്കെയാണ് ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവര് ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇത് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കണം. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവര് കയറി താമസിക്കുന്ന കാണണം. എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ഡ്രസ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം പോകാൻ. ഞാൻ തുറന്നാൽ മതിയോ? സന്തോഷമായില്ല വീട് കണ്ടപ്പോ? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു വാർത്ത കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന നിങ്ങള് നമ്മളെ ഇവിടെ താമസിക്കുകയും ഒരു പുതിയ കെട്ടം തന്നു സഹായിച്ചും വളരെ സന്തോഷമുണ്ട്. ഇത് ബേസിക്കലി പുള്ളിക്കാരൻ ഇപ്പോൾ ഏകദേശം 40 ഷോപ്സ് അടുപ്പിച്ച് പുള്ളിക്കാരൻ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉടനീളനായിട്ട് പുള്ളിക്കാരൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 40 ഷോപ്സും 40 വീടും ആ ഒരു കോൺസെപ്റ്റാണ് പുള്ളിക്കാരൻ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അത് സീക്രട്ട് ഏജൻറ്റ് ഇന്നത്തെ ഈ പുള്ളിക്കാരൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് മിഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ സ്ഥലവും വീടും പണിഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബേസിസിലുള്ളൊരു വീടാണ് അത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വീട് പണി കഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അപ്പച്ചൻ്റെ ഈ പുള്ളിക്കാരൻ്റെ ഈ 2 പ്രായമുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവർ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, അതായത് ഞങ്ങൾക്ക് ഈ വീട് വെച്ച് തന്നത് സർക്കാരിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ കുറേ ഈ സീക്രട്ട് ഏജൻറ്റ് നോർമലി ചോദിക്കുന്നത് അപ്പോൾ ഈ അച്ചായൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അച്ചായന് പണി ഇപ്പോൾ ഈ എയറിലാവാനുള്ള കാരണം അച്ചായൻ്റെ ഈ PR ടീം തന്നെയാണ്. അതായത് ഈ പുള്ളിക്കാരൻ ഒരു PR ടീമാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇതേപോലെ വീഡിയോസ് എടുത്തിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്നവരാണ്. ഞാൻ പുള്ളിക്കാരനെ കുറ്റം പറയുകയൊന്നുമല്ല. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന നല്ല രീതിയിൽ ദൈവവിശ്വാസം അങ്ങനത്തെ ഭയങ്കര ബിലീവറാണ്. അപ്പോൾ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ സഹായിക്കുന്ന സാധനം ഈ PR ടീം, പുള്ളിക്കാരന് PR ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്രയും വലിയ ജ്വല്ലറിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അത് ഒരു ഇത് ബൂസ്റ്റ് ചെയ്യാൻ, പുള്ളിക്കാരൻ്റെ ഈ കമ്പനിയുടെ ഇത് പ്രൊമോഷൻ പോലെ ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ഒരു PR ടീം ആവശ്യമുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ ഈ PR ടീം ഈ ഒരു എന്താ പറയുക, ഈ ചാരിറ്റി അത് വല്ലാത്ത രീതിയിലാക്കി കളഞ്ഞു. അത് ഈ സംഭവം ഭയങ്കര അങ്ങ് ഉൾട്ടയാക്കി കളഞ്ഞു. അപ്പോൾ ആൾക്കാരങ്ങ് തെറ്റിദ്ധരിച്ചു പോകുന്നു. അത് ഭയങ്കരമായിട്ട് ഓവർ വിനയം പോലെ, അതായത് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥതയായിട്ടാണ് സഹായിക്കുന്നത് ഓരോരുത്തരെ. പക്ഷെ അത് ഈ PR ടീം ചെയ്ത് അങ്ങ് ഓവറാക്കി കളഞ്ഞു. അതാണ് ഈ ഓരോ വീഡിയോസിലും പറ്റിപ്പോകുന്നത്. ചിലപ്പോൾ നമുക്കത് കാണും. പക്ഷേ നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കണം. നമുക്ക് ഏത് സൈഡിലും 2 സൈഡിലും ചിന്തിക്കണം. എന്തൊക്കെ ഓവറായാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ പുള്ളിക്കാരൻ കാരണം ഒരാൾ ഒന്നോ രണ്ടോ കുടുംബം സന്തോഷിക്കുന്നുണ്ടോ അത് തന്നെ വലിയ കാര്യം. അതായത് ഒന്ന് കയറി കിടക്കാൻ ഇടമില്ലാത്ത ഒരാൾക്ക് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരായിട്ട് ആരും ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യം ഈ പുള്ളിക്കാരൻ ചെയ്തു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് പുള്ളിക്കാരൻ അത് ഈ ഓപ്പണായിട്ട് അതായത് പുള്ളിക്കാരൻ അത് ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വീട് വെച്ച് കൊടുത്തു, അത് പുള്ളിക്കാരൻ്റെ സ്ഥലവും വീടും ആ രീതിയിലായിരുന്നു, കോൺസെപ്റ്റിലായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിൽ ചെറിയൊരു തെറ്റുകാരനുണ്ട്. അതിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ശരിക്കും നിങ്ങൾക്കറിയാവോ, 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക്
ലൈഫ് പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് മിഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വെച്ചു കൊടുത്ത ഒരു പ്രോപ്പർട്ടി സ്ഥലവും മറ്റീ ബാക്കി വീട് വെച്ചു കൊടുക്കുന്നത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് തടസ്സങ്ങൾ വന്നു. അതിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. എന്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയിൽ താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്. കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെയാണ് നടക്കുകയാണ്. ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂച്ച കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി. പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. ഇത് ശ്രദ്ധിക്കുക, വീട് വെച്ച സ്ഥലം അവർക്ക് പഞ്ചായത്തുകാരാണ് കൊടുത്തത്. ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകാരാണ് ആ സ്ഥലം കൊടുത്തത്. അത് അത്യാവശ്യം നല്ല വലിയൊരു വീട് കേട്ടോ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ അന്നത്തെ കാണിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സൗകര്യമുള്ള നല്ല വീട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് അച്ചായൻ്റെ റോൾ എന്താണെന്നാണ് കുറേ പേര് ചോദിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ ആരാണെങ്കിൽ തെറ്റിദ്ധരിച്ച് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അന്നത്തെ വ്യക്തമായി പറയുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് സ്ഥലം. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകാർ സ്ഥലവും വീടും വെച്ച് തരുന്നതിനാണ് ലൈഫ് മിഷൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. പൈസ മറ്റേ അവർ തന്നെ സ്ഥലവും വീടും വെച്ച് തരും. ഇതേപോലെ പാവപ്പെട്ടവർക്ക് വീടും കൂടി ഇല്ലാത്തവർക്ക് ഇതേപോലെ വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെയാണ് ലൈഫ് മിഷൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അച്ചായൻ വെച്ചു കൊടുത്ത വീട് എന്ന രീതിയിലാണ് ആ പുള്ളിക്കാരൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞത്. അതായത് പുള്ളിക്കാരൻ മുന്നേ ചെയ്ത വീടുകളൊന്നും പുള്ളിക്കാരനല്ല വെച്ചെന്ന് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ ലൈഫ് മിഷൻ്റെ ബേസിസിൽ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതേപോലെയാണോ ബാക്കിയുള്ള ചാരിറ്റീസും ഇതേപോലെ ഉടായ്പിലാണോ ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം വന്നു. അത് ആർക്കായാലും സംശയം തോന്നും. അതായത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള സാധനത്തിൻ്റെ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും സംശയം വരും. അതിൽ മറ്റേ ഈ സീക്രട്ട് ഏജൻറ്റിനെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തെളിവ് വ്യക്തമായൊരു ഇത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം മറ്റേ പുള്ളിക്കാരൻ്റെ അച്ചായൻ്റെ ഉത്തരവാദിത്വമാണ്. അച്ചായൻ എന്തായാലും ഇതിന് പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അതും കൂടെ പറയുന്നുണ്ട്. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ടിരിക്കുക. നമ്മളെ സർക്കാർ ഇത്രയും തന്ന് സഹായിച്ചില്ലേ, അതിലെ വലിയ പുണ്യം. മരിക്കുന്നവരെ കിടക്കാം. ഇത് നമ്മളെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. അപ്പൊ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പൊ പണി ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു 2 ദിവസം പണി കൂടെ ഉള്ളൂ. പണി കംപ്ലീറ്റും പൂർത്തിയായി. പിന്നെ ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറണം. ഈ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15-ാം തീയതി കയറണം. അതായത് 5 ലക്ഷം അടുപ്പിച്ച ആൾക്കാർക്ക് ഈ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുത്തു. അതിന് കുറേ ഇത് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഓരോരുത്തരുടെയും പേര് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തൊരു വീട്ടിൽ അച്ചായൻ ക്രെഡിറ്റ് എടുത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പം നിലവിൽ പുള്ളിക്കാരനെ ഏറി കയറിയിരിക്കുന്നത്. അതിനെതിരെ പുള്ളിക്കാരൻ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതും കൂടെ നമുക്ക് കേൾക്കാം. ഈ അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണോ ഈ ആരോപണം? ആയിരിക്കാം. ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ പേരിൽ തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെയൊന്നും തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? ആ വീഡിയോ കണ്ടിട്ട് ഈ പുള്ളിക്കാരൻ്റെ പ്രതികരണമാണ്. ഇതിനൊക്കെ ചെയ്തു കൊടുത്തതിന് എഗ്രിമെൻ്റ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു അപമാനം പുള്ളിക്കാരൻ ഈസിയായിട്ട് ഒഴിവാക്കാം. പുള്ളിക്കാരൻ്റെ PR ടീമല്ലേ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പുള്ളിക്കാരൻ ഓരോ വീട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ ഓരോ വീട് ചെയ്യുന്നത് നമുക്ക് ഓരോ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പറയുന്നുണ്ട്. അതായത് ഈ പ്രോജക്റ്റ് ഏകദേശം തറപ്പണി അവിടം വരെ നിന്ന് കിടക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ 4 ലക്ഷം രൂപ അടുപ്പിച്ച് മുടക്കി ആ വീടിന് വേണ്ടി മുടക്കിയായിരുന്നെന്ന് പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ആ അപ്പച്ചനും അമ്മച്ചിയും ഈ പുള്ളിക്കാരൻ്റെ പേരെടുത്ത് പറയാത്തതിന് ഭയങ്കര വിഷമം ഉണ്ടെന്നും പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കാണാം.
ഇത്രയും സഹായം ചെയ്തിട്ടും ആ വീട്ടുകാർ അച്ഛനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതിന് അച്ഛന് സങ്കടമുണ്ടോ? എനിക്ക് സങ്കടമില്ല. പക്ഷെ ഞാൻ സ്വന്തം അച്ഛനെ അമ്മയും പോലെ കരുതിയാണല്ലോ നമ്മൾ ഓരോ വീടുകൾ പണിത് കൊടുക്കുന്നത്. പക്ഷെ അവരങ്ങനെ പറയാതിരുന്നപ്പോൾ എനിക്കൊരു വിഷമമായി. എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ ഇനിയെങ്കിലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാ പറയാ, നിങ്ങൾ അവരൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹം. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നെ കുറിച്ച് ഒരു വാക്ക്, കാരണം നിങ്ങൾക്കറിയാലോ ആത്മാർത്ഥമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിത് കൊടുക്കുന്നത്. പക്ഷെ അവരെന്നെ കുറിച്ച് ഒരു വാക്ക് പറയാത്ത എനിക്ക് വിഷമം തന്നെയുണ്ട്. ഉള്ളത് പറയാം, അതൊന്നും സാരമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നടന്ന സ്റ്റോറി നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. ചിലപ്പോൾ സ്ഥലം ചിലപ്പോൾ പഞ്ചായത്തുകാർ കൊടുത്തായിരിക്കും. ഇതിൻ്റെ പ്രൊജക്റ്റും ചിലപ്പോൾ ലൈഫ് മിഷൻ്റെ ഭാഗത്തായിട്ട് പ്രൊജക്റ്റും ചിലപ്പോൾ ഇതിട്ടുണ്ടാവും. അതിന് ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ആ വീടിന് അനുവദിച്ച ഫണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അത് നമുക്ക് ബാക്ക് സൈഡിൽ നടക്കുന്ന കാര്യമൊന്നും നമുക്കറിയത്തില്ല. ഇതേപോലെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടൊരു വീട് ഇത് പറഞ്ഞു ഇവർക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് വീട് കൊടുക്കുന്നത്, സ്ഥലം കൊടുക്കുന്നത്. പക്ഷേ ഈ അച്ചായൻ ഈ വീട് പണിഞ്ഞ് കൊടുത്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരൻ്റെ അതിൻ്റെ ഉള്ള എഗ്രിമെൻ്റ് ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നു. അതേപോലെ ഏകദേശം 4 ലക്ഷം രൂപ അടുപ്പിച്ച് പുള്ളിക്കാരൻ മുടക്കിയതാണെന്ന്, ആ വീടിന് വേണ്ടി മുടക്കിയാണ്. പക്ഷേ എന്നിട്ട് ആ വീട്ടുകാർ പുള്ളിക്കാരെ കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമുക്കൊരാളെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട്, അതായത് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ സീക്രട്ട് ഏജൻറ്റ് ആ വീഡിയോ കാണിക്കുന്നു, ഇതേപോലെ ആണോ എന്ന് ബാക്കിയുള്ള വീഡിയോസിന് ചാറ്റ് ചെയ്യുന്നത് എന്ന് പുള്ളിക്കാരൻ കോമൺ ആയിട്ട് ചോദിച്ചു. പക്ഷേ ആ പുള്ളിക്കാരനെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇതേപോലെ പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും സംശയം തോന്നും. എന്ന് വെച്ചാൽ ആ വീഡിയോയിലുള്ള ആൾ തന്നെയല്ലേ ഈ വീഡിയോയിലുള്ള ആളെന്ന് ആർക്കായാലും കാണുമ്പോൾ ആർക്കായാലും മനസ്സിലാവും. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് പുള്ളിക്കാരനെ പ്രൂവ് ചെയ്യാന്നുള്ള, പുള്ളിക്കാരൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എഗ്രിമെൻ്റ് ഫോട്ടോ ഒന്ന് കാണിച്ചാൽ മതി. അതായത് ഇതാണ് ഞാൻ എഗ്രിമെൻറ്റ്, ഇതാണ് ഞാൻ കൊടുത്ത പൈസ 4 ലക്ഷം രൂപ അടുപ്പിച്ച് മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പുള്ളിക്കാരന് വേറെ ഒരു ഇഷ്യൂസും വരത്തില്ല. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീടിനൊക്കെ തൊടാൻ പേടിയാ. കാരണം എവിടുന്ന് ഇനി അടുത്ത ട്രോള് വരുന്നത് അറിയില്ല. എന്ത് ഉപകാരം ചെയ്താലും ഇത് തന്നെയാണ്. പഞ്ചായത്തായാലും ആരായാലും നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വരുള്ളൂ അല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത് ഇതാണെന്ന് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പുള്ളിക്കാരൻ ചെയ്ത സഹായത്തിന് ഒരു ഇതായിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ ആർക്കായാലും സങ്കടം തോന്നുന്നു. ഞാൻ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വേറെ ഫണ്ടൊന്നും പിരിക്കുന്നില്ല. സ്വന്തം പൈസ മുടക്കി ഇതേപോലത്തെ ഒരു വീട് കെട്ടി കൊടുത്തിട്ട് പിന്നെ ആ വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ കൂടുതൽ ഹേർട്ടായി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കൂടുതൽ ഹേർട്ടായെന്ന് വെച്ചാൽ ഈ വീട്ടുകാർ ഈ പുള്ളിക്കാരനെ മെൻഷൻ ചെയ്തിട്ടില്ല. അതാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം തോന്നുന്നു. എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരാളെ സഹായിച്ചിട്ട് നമ്മൾ പിന്നെ വേറൊരാളെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും സഹായിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ആർക്കായാലും വിഷമം തോന്നും. പക്ഷെ അങ്ങനെ ചെയ്താൽ എനിക്കൊരു ഭയങ്കര ഒരു ഫീൽ ബാഡ് തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുള്ളിക്കാരൻ ജെനുവിനായിട്ട് ഒരാളെ സഹായിച്ചിട്ട് നമ്മൾ ആ പുള്ളിക്കാരനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. പുള്ളിക്കാരൻ സഹായിച്ചിട്ട് പുള്ളിക്കാരൻ ഇതിനനുസരിച്ച് തെളിവുണ്ട്. അപ്പോൾ പുള്ളിക്കാരനകത്ത് വേറൊരു ഇതിലും പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ ചാരിറ്റി അങ്ങ് നിർത്തി, അതായത് ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ട് ഈ പേരൊക്കെ കേൾക്കുന്നത്, ഓരോരുത്തരും ഇതേപോലെ പുള്ളിക്കാരനെ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലെ ചാരിറ്റി ചെയ്യുന്നതുകൊണ്ടല്ലേ. ആ ചാരിറ്റി എൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ് ചെയ്യുന്നത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ആ ചാരിറ്റി അങ്ങ് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും? അത് ശരിയല്ലേ. പുള്ളിക്കാരൻ ഏകദേശം 40ഓളം ജ്വല്ലറീസ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ചാരിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ ഈ ചാരിറ്റി ചെയ്ത് കുറച്ച് പേരെങ്കിലും സഹായിച്ചു. പുള്ളിക്കാരനെ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ട ആ പുണ്യെങ്കിലും കിട്ടിക്കോട്ടെ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ പുള്ളിക്കാരൻ ഒരു സമയത്ത് തോന്നുന്നു എന്നാൽ ആരെയും സഹായിക്കേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആ ചാറ്റ് മൊത്തം നിർത്തുകയാണെങ്കിൽ കുറച്ച് പേർക്ക് കിട്ടേണ്ട സഹായം കൂടെ ഇല്ലാണ്ടാക്കി പോകുന്ന പോലെ ഇപ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കണം. അങ്ങനത്തെ അത് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്ന് ചിന്തിക്കണം. അതായത് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെ കുറ്റം പറയുന്നില്ല. സീക്രട്ട് ഏജൻറ്റ് ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് സീക്രട്ട് ഏജൻറ്റ് നമ്മൾ ആ വീഡിയോ കാണുന്ന ആർക്കായാലും ഇത് സംശയം തോന്നും. പക്ഷേ ഇതേപോലെ പുള്ളിക്കാരൻ പറയുകയാണ് ഇതേപോലെ ഏകദേശം ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു തെളിവ് പോലെ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഒരു പോസ്റ്റ് പോലെ ഇടുകയാണ് ഏറ്റവും നല്ലത്. അതായത് പുള്ളിക്കാരൻ്റെ PR ടീംസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോ ഇതാണ് ഞാൻ ആ വീടിന് വേണ്ടി മുടക്കി ഇത്ര എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ 4 ലക്ഷം രൂപ അടുപ്പിച്ച് ഈ വീടിന് വേണ്ടി മുടക്കിയിട്ടുള്ളത് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സേഫാണ്. ഒരു ഇതുമില്ല. നിങ്ങൾ എന്തെങ്കിലും എന്നെ ഇട്ടോ, യൂട്യൂബിലോ എന്ത് വേണമെങ്കിലും ഇട്ടോ, ഒറ്റ കാര്യമുള്ളൂ. ഇനിയും കുറെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ജപ്തിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം ദയവ് ചെയ്ത് അതിലെന്നെ വിട്ടോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം, എന്നെ ഒന്ന് വിട്ടാൽ മതി. നിങ്ങൾക്ക് എത്രയോ പേര് ചെയ്യാനുണ്ട്, എത്രയോ പേരെ അഴിമതിക്കാരെ പിടിക്കാനുണ്ട്. അതൊന്നും പിടിക്കാതെ ഈ സ്വന്തം വരുമാനത്തിൽ നിന്ന് സ്വന്തം കാശ് വെച്ച് ചെയ്യുന്ന എന്നെ എന്തിനാ? ഞാൻ നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ, അല്ലെ? ചെയ്തില്ലെങ്കിൽ നിർത്തി, ചാരിറ്റി നിർത്തി, ചെയ്തില്ല, അത്രേ ഉള്ളൂ. അതിന് ആരെങ്കിലും ഫണ്ട് മേടിച്ചിട്ടല്ലോ ചെയ്ത്. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, 40 വീട് ചെയ്തിട്ട് ഒരു വീട് പറഞ്ഞൊരു പോയിന്റില്ല. അത് ഏകദേശം 40 വീട് പുള്ളിക്കാരൻ വെച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അത് ഈ ഒരു വീടിന്റെ ബേസിസിൽ ബാക്കി 39 വീടും ഫേക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ ഹാർഡ് വർക്കിനകത്ത് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതേപോലെ ചാറ്റ് ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അയാളുടെ ഒരു പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അയാളെ വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ
അയാളുടെ പൈസയിലല്ല അയാൾ വേറെ ഇപ്പോൾ മറ്റേ വേറെ കുറേ പബ്ലിക് സ്കാമേഴ്സിനെ പോലെ ഇതേപോലെ ഫണ്ട് പിരിച്ചിട്ട് പാവങ്ങളെ സഹായിക്കുക അങ്ങനത്തെ അല്ലല്ലോ പരിപാടി. ഇത് പുള്ളിക്കാരൻ്റെ സ്വന്തം, പുള്ളിക്കാരൻ ഏൺ ചെയ്യുന്ന സ്വന്തം പൈസയിൽ നിന്നാണ് ഒരാളെ സഹായിക്കുന്നത്. അതിൽ പുള്ളിക്കാരൻ എന്ത് വേണം, വീട് വെക്കുക. ഇപ്പോൾ ഇതേപോലെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു തറക്കല്ല് കെട്ടിയിട്ട് ആ വീടിന് പണി നമുക്കറിയത്തില്ലല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന സ്റ്റാറ്റസ് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ആ വീട് പണി മുടങ്ങി കിടക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് വരാൻ എന്തെങ്കിലും ഡിലേ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഈ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ അടുപ്പിച്ച് മുടക്കിയത്. അല്ല, ഒന്നും കാണാണ്ട് ഒരാൾ ഇതേപോലെ വീഡിയോ ചെയ്തില്ല. അത്രയ്ക്ക് മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ഇത്രയും വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതേപോലെ ലൈഫ് മിഷനിൽ കിടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പുള്ളിക്കാരൻ ഇതേപോലെ ചെയ്ത് ഗവൺമെൻറ് വെറുതെ ഇരിക്കത്തില്ല. പുള്ളിക്കാരൻ അറിയത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇടാൻ പോകുന്നതെന്ന് അറിയാം പുള്ളിക്കാരൻ. അതിന് വേണ്ടിയിട്ടാണല്ലോ പുള്ളിക്കാരൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ചില വീഡിയോസ് ആൾക്കാർക്ക് ഇത് ട്രിഗറിങ് ആയിട്ട് തോന്നുന്നത് പുള്ളിക്കാരൻ ചില വീഡിയോസിൽ ഈ PR ടീംസ് തന്നെ ഇത് ഓവർ വിനയം കൊടുക്കുന്ന പോലെ, നമ്മൾ നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലെ രീതിയിൽ കാണിച്ച് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇത് ഓവർ ട്രിഗറിങ് ആയിട്ട് തോന്നത്തില്ല ചിലവർക്ക്. ഞാൻ പറഞ്ഞ നെഗറ്റീവ്, എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നു, എനിക്ക് പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് കുഴപ്പം തോന്നിയില്ല. അത് സഹായിക്കുന്നത് സഹായിച്ചോട്ടോ, അത് അയാളുടെ ചിലപ്പോൾ ക്യാരക്ടറായിരിക്കും, അയാളുടെ ഒരു നേച്ചറായിരിക്കും. അയാൾ ചെയ്യണം. നമ്മളായിട്ടോ ആരോ സഹായിക്കുന്നില്ല, ആ പുള്ളിക്കാരനെങ്കിലും ഒരു 10 പേരെ സഹായിക്കുന്നത് അതെങ്കിലും നല്ലതാണ്. അതെന്ത് മുടക്കാതിരിക്കാൻ, ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ സഹായിക്കുന്നത്, അത് പുള്ളിക്കാരൻ അത് മുടക്കം വരാതിരിക്കാനെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്, അത് ഒരിക്കലും പുള്ളിക്കാരനെ കുറ്റം പറയാൻ പറ്റില്ല. മിഷന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്, അച്ചായൻ ചെയ്ത് കൊടുത്തല്ലെന്ന് ഏതോ ഒരാളിങ്ങനെ പറഞ്ഞു, ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. ഇതിന്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കട ഞാൻ പണിതു, ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കും. അപ്പൊ അവരെന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചിലവായിട്ട്, അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40 ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ശത്രുക്കളെ ജ്വല്ലറിക്കാരുണ്ട്. ഈ ഒരു കാര്യം മാത്രം കേട്ടാൽ മതി. അതായത് പുള്ളിക്കാരൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം 40 ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ 40 ഷോപ്പ് തുറന്നുകൊണ്ട് 40 ഇതേപോലെ വീടുകൾ വെച്ച് കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഏകദേശം 4 ലക്ഷം 5 ലക്ഷം രൂപ അടുപ്പിച്ച് പുള്ളിക്കാരന് ചിലവായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തറക്കല്ല് മാത്രമാണ് കെട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം ബാക്കി വീട് പണി കഴിയാണ്ട് പുള്ളിക്കാരനെ സഹായിക്കുകയും ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ സഹായിക്കുന്നുമുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവം. എന്തായാലും പുള്ളിക്കാരൻ ഇതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താനായിട്ട് പുള്ളിക്കാരൻ ഇത് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ പ്രൂഫ് അങ്ങോട്ട് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ തീർന്നു. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.